പഴയ ദിലീപിനെ തന്നെ കാണിക്കാൻ തന്നെയാണ് തിരക്കഥ ആഗ്രഹിക്കുന്നത്. പടം തുടങ്ങുമ്പോൾ പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിൽ പഴയ ഐറ്റം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ചെയ്ത പരിപാടികളുടെ ഒരു കൊളാഷാണ് ആകെ മൊത്തത്തിൽ ഈ സിനിമ ദിലീപിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ബഹളവും ഒച്ചപ്പാടുമാണ് മാഡ്നസ് ഫൺ എന്ന് തിരക്കഥ തെറ്റിദ്ധരിച്ചതുകൊണ്ട് പുള്ളിയുടെ പെർഫോമൻസും ആ ഒരു ലെവലിലാണ്. വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പിടിച്ചിട്ടുള്ള മീറ്റർ പടത്തിന്റെ ഒരു സ്വഭാവവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ മൊത്തം സ്ക്രീൻ ടൈം ഈ പടത്തിൽ മോഹൻലാൽ ഉള്ളതിനേക്കാൾ കുറവാണ്. മോഹൻലാലിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലെ ക്യാമിയോ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ദിലീപിന്റെയും മോഹൻലാലിന്റെയും നടുക്ക് നിന്ന് ഡാൻസ് കളിക്കുന്ന ഗോകുലം ഗോപാലൻ മുണ്ട് മടക്കി കുത്തി മീശ വിരിക്കി ഡാൻസ് കളിക്കി എന്ന് ലിറ്ററലി പറയുന്ന രീതിയിൽ കാണിക്കുന്ന ഈ സിനിമ ആ മനുഷ്യന് ഇത്രയും വർഷത്തെ കരിയർ വെച്ചുണ്ടാക്കിയ എല്ലാ നല്ല ഫാൻ സർവീസ് മൊമെന്റുകളെയും പൊള്ളയായി ഈ പടത്തിന് ലേശം വെയിറ്റ് കിട്ടാൻ ഊറ്റി പിഴിഞ്ഞ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നടൻ ബൈജുവിന് ത്രൂ ഔട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട്.